അല്ലാഹുവിന്റെ മഹത്തുക്കൾക്കുള്ളതായിരിക്കുന്ന ഇൽമ് അത് ദോഷികൾക്ക് കൊടുക്കാത്ത ഇൽമാണ്. അത് കുറച്ചെന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ മതി, പിന്നെ ഓർക്ക് അള്ളാഹു അതിൽ ബർക്കത്ത് ചെയ്യും. ആ കുട്ടികൾക്ക് അങ്ങനെയാണ്. കുറെയൊന്നും ഓർക്ക് ഓതി കൊടുത്തിട്ടൊന്നും ഇല്ലെങ്കിൽ ഇല്ല, പിന്നെ അള്ളാഹു അവർക്ക് ബർക്കത്ത് ചെയ്യുന്നു. പിന്നെ ഓർക്ക് ആവശ്യമുള്ളതൊക്കെ ഓർക്ക് തന്നെ ഉണ്ടാക്കാൻ കഴിയുന്നു. പിന്നെ ഓർക്ക് ഏത് കിതാബ് നോക്കിയാലും താഴ ചെയ്താലും ഓർക്ക് ഇൽമുണ്ടാകുന്നു. ഇത് മൗലാന്റെ ഫദ്ലാ. അങ്ങനെയാണ്. മനസ്സിലായില്ലേ? ഏതൊരു നാടനാണെങ്കിലും ഓന് കുറച്ചാലും മൗലാനെ സ്നേഹിച്ചുകൊണ്ട് നടന്നാൽ ഓൻ അന്തണ്ടാകും, ഓൻ അന്തം വെക്കും. മനസ്സിലായില്ലേ? ഇത് അള്ളാഹുവിന്റെ മഹത്തുക്കളുടെ ജോലി, പിന്നെ പതിവാ, ആദത്തിൽപ്പെട്ടതാ. അപ്പൊ ഇതാണ് മഹാന്മാരുടെ സുന്നത്ത്. മന്ദമസക ബി സുന്നത്തി ഇൻദ ഫസാദി ഉമ്മത്തി ഫലഹു അജ്റു മിഅത്തി ശഹീദ്. ഇങ്ങനെ ദീനുൽ ഇസ്ലാമിനെ നശിപ്പിക്കാനും അസൂയയും കിബറും ഉള്ളതായിരിക്കുന്ന ജബാരിങ്ങളും മുതകബ്ബിരീങ്ങളുമായിരിക്കുന്ന ജനങ്ങളെ ലോകത്ത് ദീൻ നശിപ്പിക്കുന്നതായിരിക്കുന്ന കാലം വന്നാൽ ആ കാലത്ത് അല്ലാഹുവിന്റെ മഹത്തുക്കളെ മുന്നിൽ നിർത്തിക്കൊണ്ട്, അല്ലാഹുവിന്റെ മഹത്തുക്കളെ തവസ്സുൽ ചെയ്തുകൊണ്ട്, അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ദീൻ നടത്തുന്ന മനുഷ്യനിക്ക് 100 ഷഹീദുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. അവർക്ക് യുദ്ധ